I'm back again with your favorite brown lipstick swatches. Hi guys, welcome back to my channel. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളുടെയും എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ലിപ്സ്റ്റിക് സ്വോച്ചസ്. അതിലും ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ബ്രൗൺ ലിപ്സ്റ്റിക് സ്വോച്ചസ് ആണ്. അതുകൊണ്ട് തന്നെ ഹിയർ ഐ ആം വിത്ത് എറ്റ് അനദർ വീഡിയോ ഓഫ് ബ്രൗൺ ലിപ്സ്റ്റിക് സ്വോച്ചസ്. പക്ഷെ ഇത്തവണ എല്ലാം കൊണ്ടും കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. യൂഷ്വലി ഞാൻ ബ്രൗൺ ലിപ്സ്റ്റിക് സ്വോച്ചസ് ചെയ്യാൻ നേരത്ത് ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ഇടാറില്ല. പക്ഷെ ദിസ് ടൈം ഐ ഹാവ് എ ഫുൾ ഫേസ് ഓഫ് മേക്കപ്പ് ഓൺ ആൻഡ് ഈ ഒരു ഫുൾ ഫേസ് മേക്കപ്പിൽ തന്നെയായിരിക്കും നമ്മൾ ബ്രൗൺ ലിപ്സ്റ്റിക്സ് സ്വോച്ച് ചെയ്യാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കൂൾ ഓർ ന്യൂട്രൽ കൂൾ ടോൺഡ് ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. എനിക്ക് ഈ ഷെയ്ഡ്സ് ഒക്കെ വിത്ത് മേക്കപ്പ് ഇടാനാണ് കുറച്ചുകൂടി ഇഷ്ടം. ആൻഡ് ഇപ്പം ഞാൻ വേറെ ഇതിരിക്കുന്ന ബ്രൗൺ ലിപ്സ്റ്റിക് ഏതാണെന്ന് അറിയണമെങ്കിൽ പ്ലീസ് ഡു കണ്ടിന്യൂ വാച്ചിങ്. ഫസ്റ്റ് ഒരു റീസെൻറ്റ് ലോഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഫ്രം ഇൻസൈറ്റ്. ഇത് ഇൻസൈറ്റിൻ്റെ ഫോറെവർ മാറ്റ് ലിപ് കളറാണ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ബർബൺ ബുഗാട്ടി. ആസ് യു ക്യാൻ സീ ഇതൊരു കുറച്ചൊരു ഡീപ്പ് ന്യൂട്രൽ ടു കൂൾ ടോൺഡ് ബ്രൗൺ ഷെയ്ഡാണ്. കുറച്ചൊരു ഡെപ്ത് ഉണ്ട്. ഇഫ് യു ആസ്ക് മീ ഡു ഐ ലൈക്ക് ദിസ് ഷെയ്ഡ്, ഐ വുഡ് സേ നോട്ട് മച്ച്. ഇതെനിക്ക് അധികം എൻ്റെ ഒരു പേഴ്സണൽ സ്കിൻ ടോൺ ഓർ എൻ്റെ ഒരു പ്രിഫറൻസിന് ഞാൻ അധികം പ്രിഫർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡല്ല ഇത്. പക്ഷേ ഐ ലവ് ദിസ് ഫോർമുല. എർത്ത് റിതമിൻ്റെ മൂസ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഒരു മൂസ് ക്രീം കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് ഇൻ ദി ഷെയ്ഡ് ട്രാവലി. എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഫോർമുലയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആ ഫോർമുല പറഞ്ഞപ്പം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാസ് എ സ്ലിപ്പ്, യുനോ, ഇങ്ങനെ നമ്മൾ ലിപ്സ് പ്രസ് ചെയ്യാൻ നേരത്ത് ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ഒരു സ്ലിപ്പറി, ഒരു സിൽക്കോണി ടെക്സ്ചർ ഉണ്ട്. അത് പല മൂസ് ലിപ്സ്റ്റിക്സിലും ഇല്ല, പക്ഷേ അത് ഇതിലുണ്ട്. സോ ഐ ഫെൽറ്റ് ലൈക്ക് ആ ഒരു ലിപ്സ്റ്റിക് ഫോർമുല ഒരു സ്റ്റിക്ക് ഫോമിലാക്കിയാൽ എങ്ങനെയുണ്ടാവും അതുപോലത്തെ ഒരു ഫോമുലയാണിത്. നല്ലൊരു വെൽവെറ്റി, ഒരു ബ്ലറിങ്, ഒരു സ്ലിപ്പുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫോമുലയാണ്. സോ ഇഫ് യു ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ദെൻ യു ഷുഡ് ഡെഫിനറ്റ്ലി ചെക്ക് ദിസ് ഫോമുല ഔട്ട് ഐ തിങ്ക്. ഓർ നിങ്ങൾക്ക് ബ്രൈറ്റ് റെഡ്സും പിങ്ക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ യു ഹാവ് അതിൻ്റെ ഓപ്ഷനും ഉണ്ട്. നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇറ്റ് ബാർലി ട്രാൻസ്ഫേഴ്സ്. കണ്ടോ, ചെറിയൊരു ട്രാൻസ്ഫറേ ഉള്ളൂ. ഇറ്റ്സ് വെരി നെഗ്ലിജിബിൾ ഐ ഫീൽ. ഒരു സോഫ്റ്റ് മാറ്റ് കൈൻഡ് ഓഫ് ഫിനിഷ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ലാസ്റ്റ് സംവെയർ അറൌണ്ട് 3 to 4 hours. ഒരു 3 to 4 hours ഒക്കെ കംഫർട്ടബിളി നമ്മുടെ ലിപ്സിലുണ്ടാവും കേട്ടോ. പിന്നെ നടുക്കുന്ന് ഫേഡായി തുടങ്ങും, അപ്പം റീഅപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഫോമുല ഭയങ്കര അടിപൊളിയായതുകൊണ്ട് തന്നെ റീഅപ്ലൈ ചെയ്യാൻ ഒട്ടും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഞാനിത് ഇറങ്ങിയപ്പോൾ വിചാരിച്ചത് വേറെ ഏതൊരു ലിപ്സ്റ്റിക്കും പോലെ ഒരു നോർമൽ ലിപ്സ്റ്റിക് ആയിരിക്കും. കുറേ ലിപ്സ്റ്റിക്സ് തുടരെ ഇൻസൈറ്റ് ഇറക്കുന്നതുകൊണ്ട് ചില ലിപ്സ്റ്റിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മേടിച്ചത്. ബട്ട് ദിസ് ഷെയ്ഡ് കൈൻഡ് ഓഫ് ലുക്ക്ഡ് റിയലി നൈസ് ഇൻ ഇൻ്റർനെറ്റ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചത്. ഐ തിങ്ക് എനിക്ക് ഷെയ്ഡ് അത്രയ്ക്ക് അങ്ങോട്ട് നോട്ട് മൈ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണെങ്കിൽ പോലും ഫോർ ദിസ് ഫോമുല ഐ ഡു നോട്ട് റിഗ്രറ്റ് ബൈയിങ് ദിസ് ഓർ ട്രൈയിങ് ദിസ് വൺ. ആൻഡ് കുറച്ച് മീഡിയം ഫെയർ സ്കിൻ ടോൺഡ് ആയിട്ടുള്ള എൻ്റെ സിസ്റ്ററിന് ഈ ലിപ്സ്റ്റിക്ക് നല്ലപോലെ ചേരുന്നുണ്ടായിരുന്നു. സോ ഐ വിൽ ബി പാസിങ് ദിസ് ഓൺ ടു ഹെർ. ആൻഡ് മോസ്റ്റ്ലി ഞാൻ ഇതിൽ വേറൊരു ഷെയ്ഡ് പിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ബിക്കോസ് ഐ റിയലി ലൈക്ക് ദി ഫോമുല ഓഫ് ദിസ്. അടുത്തത് ഒരുവിധം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫോമുലയാണ്. ദാറ്റ് ഈസ് മാസിൻ്റെ മാറ്റ് മൂസ് ലിപ്സ്റ്റിക് ആണ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 02 സ്റ്റൈൽ ഐക്കൺ. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ നിന്ന് എല്ലാവരും ഒരു ഷെയ്ഡെങ്കിലും പിക്ക് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. സോ യു മൈറ്റ് നോ ഹൗ ഇറ്റ് വർക്ക്സ്. ഈ ഒരു പെർട്ടിക്കുലർ ലിപ്സ്റ്റിക്ക് ഇതിന് മുന്നേ ഞാൻ റിവ്യൂവും ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ടു. ഇതൊരു ന്യൂട്രൽ ബ്രൗൺ, പക്ഷെ ഒരു ലൈറ്റ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഞാൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് 3 ലിപ്സ്റ്റിക്സ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിപ്സ്റ്റിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡായിരുന്നു കേട്ടോ. നല്ലൊരു മൂസ് ടെക്സ്ചറാണ്, അത്യാവശ്യം പിഗ്മെൻറ്റഡ് ആണ്, പക്ഷെ ഓഫ് കോഴ്സ് ട്രാൻസ്ഫർ ആവും. കുറച്ച് ട്രാൻസ്ഫർ ആവുന്നുണ്ട് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി നോർമൽ. പക്ഷേ ദിസ് ഇസ് നോട്ട് സോ വെരി ലോങ് ലാസ്റ്റിംഗ്. ഒരു 2 to 3 hours മാത്രം ഇത് ലിപ്സിൽ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. സോ ദാറ്റ് ഈസ് ലൈക്ക് എ ബമ്മർ. ആൻഡ് ഇത് എനിക്ക് കുറച്ച് ഡ്രൈയിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇടുന്ന സമയത്തല്ലെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഇച്ചിരി ഡ്രൈയിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. സോ ഇഫ് യു ആസ്ക് മീ ഇസ് ദിസ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മൂസ് ലിപ്സ്റ്റിക്, നോ. ഞാൻ മൂസ് ലിപ്സ്റ്റിക്സ് കൊണ്ട് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു ലൈക്ക് മൂസ് ലിപ്സ്റ്റിക്സ് ലൈക്ക് മീ ദെൻ യു ക്യാൻ ചെക്ക് ദിസ് വീഡിയോ ഔട്ട്. നിങ്ങൾക്ക് കുറേ മൂസ് ലിപ്സ്റ്റിക്സ് ഫൈൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ഇൻട്രോ ടൈമിൽ ഞാൻ വേറെ തരുന്ന ഈ ഒരു ലിപ്സ്റ്റിക് ആയിരുന്നു വിത്ത് ദിസ് ലിപ് ലൈനർ. ഈ ഒരു ലിപ് കോംബോ ആണ് ഞാൻ ഇൻട്രോ ടൈമിൽ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
പറയുന്നത്. ഇപ്പം ഞാൻ ലിപ് ലൈനർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ആസ് സച്ച് ആണ്. ഞാൻ ഏതൊരു ലിപ്സ്റ്റിക്കും സ്വാച്ച് ചെയ്യാൻ നേരത്ത് ലിപ് ലൈനർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ വിൽ മെൻഷൻ ദാറ്റ്. മാസ് ലിപ് ലൈനർ ഇൻ ദി ഷെയ്ഡ് കൊക്കോ ബട്ടർ. ഇതും കുറച്ചൊരു ഡീപ്പ് ബ്രൗൺ കൈൻഡ് ഓഫ് ലിപ് ലൈനറാണ്. സോ ഇതുപോലത്തെ ന്യൂട്രൽസ് ഓർ ന്യൂട്രൽ ബ്രൗൺ ഷെയ്ഡ്സിൻ്റെ കൂടെ ഒക്കെ ഇതുപോലത്തെ ഒരു കുറച്ചൊരു ഡീപ്പ് ബ്രൗൺ ഷെയ്ഡിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്തത് എഗെയിൻ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇറ്റ് ഈസ് ഇൻസൈറ്റ് 24 hour സ്റ്റേ ലിപ്സ്റ്റിക് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് സ്റ്റേ ബേസിക്. ഇത് അത്യാവശ്യം കുറച്ച് ആളായിട്ട് മാർക്കറ്റിലുള്ള ഒരു ഫോമുല തന്നെയാണ്. പക്ഷേ ദിസ് ഇസ് ഈവൻ നൗ ട്രെൻഡിങ് ഓർ ഇപ്പോഴും ഇത് ആൾക്കാർ സ്വാച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇതേക്കുറിച്ചൊരു സംസാരമുള്ള ഒരു ഫോമുല തന്നെയാണ് കേട്ടോ. ബിക്കോസ് റീസെൻ്റ്ലി ഒരാഴ്ച മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട്, ഈ ഒരു ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. സോ വെനി ഹിയർ ഇറ്റ് ഇസ്, ദിസ് ഇസ് ദി ഷെയ്ഡ്. കമ്മിങ് ടു ദി ഷെയ്ഡ്, ഇതൊരു ന്യൂട്രൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് നോട്ട് സോ കൂൾ ടോൺ, കുറച്ചൊരു ന്യൂട്രൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്ത് എ ഹിൻറ്റ് ഓഫ് മോവ് ഇൻ ഇറ്റ്. ചെറിയൊരു ഹിൻറ്റ് ഓഫ് മോവ് ഇതിന് വരുന്നുണ്ട്. നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഫോമുല ഇസ് ഓൾസോ പ്രിറ്റി നൈസ്. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ബട്ടറി ഫോമുലയാണ്. നല്ലൊരു വൺ സ്വൈപ്പ് പിഗ്മെന്റേഷൻ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ അടിപൊളിയായിട്ട് പിഗ്മെന്റഡ് ആണ്. ആൻഡ് ആസ് ദി നെയിം സജസ്റ്റ് ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ലിപ്സ്റ്റിക്കും ആണ്. ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് നാളായതാണ്. ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. അതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ലൈറ്റായിട്ടൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. സോ ഐ വിൽ ജസ്റ്റ് കീപ് ദാറ്റ് അസൈഡ്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇത് നല്ലൊരു പ്രിറ്റി വെയറബിൾ ഷെയ്ഡാണ്. കുറച്ച് ഡീപ്പ് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ യു മൈറ്റ് ലൈക്ക് ഇറ്റ്. അടുത്തത് ലവ് ചൈൽഡ് ബൈ മസാബയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദിസ് ഷെയ്ഡ് നോ റൂൾസ്. ഇത് നിങ്ങൾ ചിലപ്പം കുറേ പേര് സ്വാച്ച് ചെയ്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ബിക്കോസ് ദിസ് ഇസ് ഓൾസോ പ്രിറ്റി ഫേമസ്. ഇതൊരു ന്യൂട്രൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്ത് എ ഹിൻറ്റ് ഓഫ് പേർപ്പിൾ. ഐ ഫീൽ കുറച്ചൊരു പേർപ്പിൾ ടോൺസ് സ്വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന പോലെ. സോ യാ, ദാറ്റ് ഈസ് ദി ഷെയ്ഡ് ഐ വുഡ് ഡിസ്ക്രൈബ് ദിസ് ആസ്. ഇതൊരു ലിക്വിഡ് ഫോമുലയാണ്, കുറച്ചൊരു തിക്ക് ലിക്വിഡ് കൈൻഡ് ഓഫ് ഫോമുലയാണ്. പക്ഷേ ഇറ്റ്സ് പ്രിറ്റി കംഫർട്ടബിൾ. നല്ലൊരു മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് സെറ്റായി കഴിയുമ്പോൾ ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ഫർ. നല്ല പിഗ്മെൻറ്റഡ് ആണ്, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. 4 to 5 hours നല്ലതായിട്ട് ലിപ്സിൽ ഇരുന്നോളും. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ നടുക്കത്തെ ഭാഗത്തുനിന്ന് ലൈറ്റായിട്ട് ഫേഡായി വരും കേട്ടോ. ക്ലീഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് ഫോമുല ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡ്രൈയിങ് ആയിട്ട് തോന്നാറുണ്ട് ഇതിടുമ്പം. ഇന്ന് ഞാൻ കാണിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ നിങ്ങൾ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്വാച്ചസ് കാണാൻ പറ്റും. അറൗണ്ട് മൈ സ്കിൻ ടോണിലുള്ളവർ തന്നെ സ്വാച്ച് ചെയ്യുന്ന കാണാം. പക്ഷെ അതിൽ പലർക്കും ചേരുന്നുണ്ട്, പലർക്കും ചേരുന്നില്ല. ഇറ്റ് ഇസ് ഓൾ ഐ തിങ്ക് സ്കിൻ ടോണിനെക്കാളും അണ്ടർ ടോണിൻ്റെ കളികളാണ് ഇതൊക്കെ. ഇതുപോലത്തെ കൂൾ ടോൺ ഷെയ്ഡ്സ് ഒക്കെ എനിക്ക് അധികം ചേരാറില്ല. ന്യൂട്രൽ ടു വാം ടോൺ ഷെയ്ഡ്സ് ആണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചേരാറുള്ളത്. സോ ന്യൂട്രൽ ടു കൂൾ ടോൺ ഷെയ്ഡ്സ് ഇസ് ചേരില്ല എന്നുള്ളതല്ല, ഐ ക്യാൻ പുൾ ഇറ്റ് ഓഫ്, ബട്ട് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അങ്ങനെ പറയുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ബിക്കോസ് ദർ ആർ സോ മെനി പീപ്പിൾ ഇൻ മൈ സ്കിൻ ടോൺ ഹൂ റിയലി ലൈക്ക് ദിസ് ഷെയ്ഡ്. സോ ഇറ്റ്സ് ഓൾ മാറ്റർ ഓഫ് പ്രിഫറൻസ്. ഇഫ് യു ലൈക്ക് ദീസ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ്, ഗോ ഫോർ ഇറ്റ്. അടുത്തത് മാസ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഇത് ആക്ച്വലി സെറ്റ് ഓഫ് 3 ആയിട്ട് വരുന്ന ക്യൂൻ ഓഫ് മാറ്റ്സ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് റേഞ്ചിൽ നിന്നുള്ള ബ്രൗൺ സെറ്റിൽ നിന്നുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 10 Chestnut Swirl. ഇത് കുറച്ചുകൂടെ ഒരു ന്യൂട്രൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് നോട്ട് എ വെരി ഡീപ്പ് കൈൻഡ് ഓഫ് ഷെയ്ഡ്. കുറച്ചുകൂടെ ഒരു വെയറബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ ഔട്ട് ഓഫ് ദി ലോട്ട് ഇതെനിക്ക് കുറച്ചുകൂടെ വെയറബിൾ ആയിട്ടും എനിക്ക് സ്കിൻ ടോണായിട്ട് എൻ്റെ ഒരു പ്രിഫറൻസ് ആയിട്ട് കുറച്ചുകൂടെ മാച്ച് ചെയ്യുന്ന ഒരു ഷെയ്ഡായിട്ട് എനിക്കിത് തോന്നുന്നു കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ന്യൂട്രൽ ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ലിപ് ലൈനറൊക്കെ ഇട്ട് പെയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. ഇതൊരു പ്രോപ്പർ ലിക്വിഡ് ഫോമിലാണ്, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആണ്. സെറ്റിലായി കഴിഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ഫർ. 4 to 5 hours ലിപ്സിൽ ഇരുന്നോളും, നോ പ്രോബ്ലം. പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ലിക്വിഡ് ലിപ്സ്റ്റിക് പോലെ തന്നെ കുറച്ചൊരു ഡ്രൈയിങ് ആയിരിക്കും. അതുകൊണ്ട് നല്ലപോലെ ലിപ്സ് പ്രെപ്പ് ചെയ്തിട്ട് മാത്രം ഇത് അപ്ലൈ ചെയ്യാം. നല്ലൊരു മാറ്റ് ഫിനിഷാണ് തരുന്നത്. ആൻഡ് ആസ് ഐ സെഡ്, ദിസ് ഇസ് one amongst my favorite from the lot. Last lipstick is again from Inside. This is Inside Creme Matte Mousse Lipstick. എനിക്കൊന്ന് മൂസ് ലിപ്സ്റ്റിക്സ് ഒക്കെ ഇത്ര ഫേമസ് ആയി ഓർ ഇത്ര ഒരു ഹൈപ്പൊക്കെ മാറ്റ് മൂസ് ലിപ്സ്റ്റിക്സിന് കിട്ടുന്നതിന് മുന്നേ ഇറങ്ങിയൊരു ലിപ്സ്റ്റിക്കാണിത്. എനിക്കൊന്ന് ഇനീഷ്യൽ മൂസ് ലിപ്സ്റ്റിക്സിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ ആസ് ദി കേസ് ഓഫ് മെനി ഇൻസൈഡ് ലിപ്സ്റ്റിക്, ദിസ് ഡസൻറ്റ് ഹാവ് എ ഗുഡ് ഷെയ്ഡ് റേഞ്ച്. ഇതിലുള്ളതൊക്കെ ഇതുപോലത്തെ ഡീപ്പ് ബ്രൗൺസോ അല്ലെങ്കിൽ ഭയങ്കര വാം ബ്രൗൺസോ ഓർ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഡീപ്പ് ആയിട്ടുള്ള റെഡ്സ് ആൻഡ് പിങ്ക്സ് ആണ്
ഉള്ളത് മൊത്തം. ആൻഡ് ഒരു നല്ല ഷെയ്ഡ് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. പക്ഷേ ദർ വാസ് എ ഹൈപ്പ് അറൌണ്ട് ദിസ് പെർട്ടിക്കുലർ ഷെയ്ഡ് ആൻഡ് ദിസ് ഷെയ്ഡ് ഇസ് കോൾഡ് കൊക്കോ പഫ്. കൊക്കോ പഫ് എന്ന് പറയുന്ന ഷെയ്ഡ് അത്യാവശ്യം നല്ല ഫേമസ് ആയിരുന്നു ആൻഡ് ദർ വർ സോ മെനി പീപ്പിൾ ഹു റിയലി ലൈക്ക് ദിസ് ഷെയ്ഡ്. ബട്ട് ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ആസ് യു ക്യാൻ സീ ഇത് നല്ലൊരു ഡീപ്പ് റിച്ച് ബ്രൗൺ ആണ്. ആസ് ദി നെയിം സജസ്റ്റ് ഇതൊരു ക്രെം മൂസ് ഫോമുല തന്നെയാണ് ആൻഡ് ഇറ്റ് ഇസ് റിയലി റിയലി കംഫർട്ടബിൾ ഓൺ ദി ലിപ്സ്. നല്ല പിഗ്മെന്റഡ് ആണ്, പക്ഷേ ആസ് മോസ്റ്റ് ഓഫ് ദി മൂസ് ലിപ്സ്റ്റിക്സ് ട്രാൻസ്ഫർ ദിസ് ടു ഡസ്. മൂസ് ലിപ്സ്റ്റിക് ട്രാൻസ്ഫർ പോലെ തന്നെ കുറച്ച് ട്രാൻസ്ഫർ ആവും. സ്റ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 3 to 4 hours പ്രതീക്ഷിച്ചാൽ മതി. ബട്ട് ദിസ് ഇസ് എ റിയലി നൈസ് ഫോമുല ഇഫ് യു ലൈക്ക് any other bright shades or dark shades like pink, reds ഒക്കെ ഇഷ്ടമാണെങ്കിൽ you can find a shade, if not the shade. ഈ വീഡിയോയിൽ ഫുൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. മോസ്റ്റ് ഓഫ് ദി ലിപ്സ്റ്റിക്സ് ലൈക്ക് ദിസ് കുറച്ച് കൂൾ ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ ഇടുകയാണെങ്കിൽ ഓർ ന്യൂട്രൽ ടു കൂൾ ടോൺഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഇടുമ്പോൾ എൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര ഗ്രേഷ് ആഷി ആയിട്ടിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ദറ്റ് ഇസ് അറൌണ്ട് ദി മൗത്ത് ഏരിയ മേക്കപ്പ്. ബട്ട് ഇഫ് ഐ വെയർ എ പ്രോപ്പർ ലിപ്സ്റ്റിക് ഇറ്റ് ഡസൻറ്റ് ലുക്ക് ദാറ്റ് വേ. യുനോ ഞാൻ എപ്പോഴും ഇടുന്ന പോലത്തെ എൻ്റെ കംഫർട്ട് സോൺസിലുള്ള ലിപ്സ്റ്റിക് ഓർ ന്യൂട്രൽ ടു വാം ടോൺ ഷെയ്ഡ്സ് ഇടുമ്പം ഇറ്റ് ഡസൻറ്റ് ലുക്ക് ദിസ് വേ. സോ അണ്ടർ ടോൺ ഓഫ് ദി ലിപ്സ്റ്റിക് യു യൂസ് ഓൾസോ റിഫ്ലക്ട് ഓൺ ഹൗ വെൽ ദി മേക്കപ്പ് ലുക്സ്. സോ ദിസ് ഇസ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ യു ഗൈസ്. ഞാൻ ഇത് ഫിൽം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാളായി ഈ ലിപ്സ്റ്റിക്സ് മാറ്റി വെക്കുന്നു. പക്ഷേ എന്തുകൊണ്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഫിൽം ചെയ്യുന്നത് കുറച്ച് പുഷ് ചെയ്ത് വേറെ വീഡിയോസിനൊക്കെ പ്രിഫറൻസ് കൊടുത്തു. സോ നൗ ഐ തോട്ട് ഇറ്റ്സ് ടൈം, ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഡൺ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് എടുത്തത്. ഇപ്പം ഞാൻ വേറെ ധരിക്കുന്നത് ഈ ഒരു ലിപ് കോംബോ കേട്ടോ, ഈ ഒരു ഷെയ്ഡ് വിത്ത് ദി കൊക്കോ ബട്ടർ ലിപ് ലൈനർ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഇന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആർ ലിറ്റിൽ ഡിഫറെൻറ്റ്. നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഓർ എല്ലാവർക്കും പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഷെയ്ഡ്സ് അല്ല. ഐ തിങ്ക് എന്നെ പോലെ മോസ്റ്റ് ഓഫ് ദം മൈറ്റ് നോട്ട് ലൈക്ക് ദിസ് ബിക്കോസ് കുറച്ച് ഫേസ് ഒന്ന് ഡള്ളായിട്ടൊക്കെ തോന്നിക്കുന്ന കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വിത്തൗട്ട് മേക്കപ്പ്. സ്പെഷ്യലി വിത്ത് മേക്കപ്പ് ഇറ്റ് മൈറ്റ് വർക്ക്. സോ ഇഫ് യു ആർ ലൈക്ക് മീ, ഇഫ് യുവർ പ്രിഫറൻസ് is not these kind of shade, I totally understand. But we have to understand there are people who really like these kind of shades and you know really enjoy wearing these kind of shade. അത്യാവശ്യം നല്ല hyped up ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇന്റർനെറ്റിൽ all these shades. So ഇതുപോലത്തെ ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺസ് ഇഷ്ടപ്പെടുന്നവരും കുറച്ച് പേരുണ്ടാവും. So I thought I need to do this video for them. So here it is. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും